ലാലേട്ട ഷിക്കാർ എന്ന സിനിമയിലേക്ക് നമ്മൾ വരുമ്പോൾ ലാലേട്ടൻ ഈ ഷിക്കാറിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ബൽറാമന്റെ ഒരു പൂർവ്വകാലം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടറായിരുന്നു ലാലേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസ് ഓഫീസറായിട്ടും പോലീസ് ഓഫീസറിന്റെ മകനായിട്ടും ഒക്കെ ലാലേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനെ പറ്റി ലാലേട്ടൻ എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും എനിക്ക് അവരെ റെസ്പെക്റ്റാണ്. എസ്പെഷ്യലി കേരള പോലീസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വതന്ത്രമായി അവരെ വിട്ടാൽ അവർക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു കേസുകൾ പോലും നമ്മുടെ നാട്ടിലില്ല. ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് പെരിന്തൽമണ്ണ DYSP മോഹനചന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാങ്ക് കവർച്ച കേസുകൾ തെളിയിച്ച കഴിവുറ്റ ഉദ്യോഗസ്ഥൻ, മാവോയിസ്റ്റ് ആക്രമണങ്ങളെ ചെറുക്കുന്ന സംഘത്തിലെ പ്രധാനി, രാഷ്ട്രപതിയുടെയും കേരള സർക്കാരിൻ്റെയും പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശ്രീ മോഹനചന്ദ്രനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. സ്വാഗതം ലാൽ സലാമിലേക്ക്. അങ്ങ് ഇവിടെ വരുന്നതിന് മുമ്പ് മീര എന്നോട് ചോദിച്ചു കേരള പോലീസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സിലൊന്ന് ആണ് കേരള പോലീസ്. സ്വതന്ത്രമായി അവരെ വിട്ടാൽ അവർക്ക് തെളിയിക്കാൻ പറ്റാത്ത കേസുകളില്ല. എന്താണ് അങ്ങയുടെ അഭിപ്രായം? മിക്ക കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനിലും ഞങ്ങൾ സ്വതന്ത്രരാണ്. ഈ മീഡിയാസിലും മറ്റ് പല കാര്യങ്ങളിലും മറ്റൊക്കെ വരുന്ന മാതിരിയുള്ള അത്രമാത്രം ഒന്നും മറ്റ് ഇൻഫ്ലുവൻസൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. സൊസൈറ്റി പലതും അതിൻ്റെ ആ പോസിറ്റീവ് ആസ്പെക്ട്സ് പലതും മനസ്സിലാക്കി സഹായിക്കാറുണ്ട്. ഇവിടെ ആ സമയത്തുള്ള സീനിയർ ഓഫീസേഴ്സ്, ബാച്ച്മേറ്റ്സ്, അതും അവർ കൂടെയുള്ളവർ, പല ഫാമിലി ആംഗിൾസ് നിന്നൊക്കെ പലതരത്തിലുള്ള ശരിക്കും അകമ്പഴിഞ്ഞ സപ്പോർട്ട്സ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത കേസുകളായിട്ട് അങ്ങനത്തെ കേസുകളൊന്നും ഇതുണ്ടാവാറില്ല. ഒരു കൂട്ടമായ ഒരു എഫേർട്ട് ഉണ്ടാകുമ്പോൾ മിക്ക കേസുകളും അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഒരുപാട് സംഘർഷഭരിതമായിട്ടുള്ള ഈ സൊസൈറ്റിയോട് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പാഠ്യപദ്ധതിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഈ ചെറിയ കുട്ടികളാവുന്നപ്പോൾ തന്നെ കുറച്ച് ഈ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു സന്ദേശം എന്ന നിലയ്ക്കുന്നത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പോസിറ്റീവ് ആസ്പെക്ട്സ് പലതും സൊസൈറ്റിയിലുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ നെഗറ്റീവ് ആസ്പെക്ട്സ്. ഈ നെഗറ്റീവ് ആസ്പെക്ട്സിന് വല്ലാതെ കൂടുതൽ അതിന് ക്ലിങ് ചെയ്ത് അതിലും മാത്രം ഒന്ന് ഉറച്ചു നിന്ന് മറ്റു കാര്യങ്ങൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങ് ബാങ്ക് കവർച്ച കേസുകൾ ഒരുപാട് കണ്ടുപിടിച്ച ആളെന്നാണ് അറിയപ്പെടുന്നത്. അതിലെന്താണ് ഒരു സ്പെഷ്യലൈസേഷനാണോ അതോ അങ്ങ് അങ്ങനെ ചെയ്തതിൽ ഏറ്റവും വളരെ എന്താണ് അങ്ങേക്ക് തന്നെ ഞാനിത് ചെയ്തു എന്ന് തോന്നിയ ഒരു നിമിഷം, ഒരു അച്ചീവ്മെൻ്റ് എന്താണ് ഉണ്ടായിട്ടുള്ളത്? അതൊരു രണ്ട് ആസ്പെക്ട്സ് അല്ല ഒന്നുണ്ടായിരുന്നു. ഒന്ന് തമിഴ്നാട് ബേസ് ചെയ്തിട്ട് ഒരു കുറവാ ഗ്യാങ് ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ശ്രദ്ധയിലുണ്ടായിരിക്കും. അത് ഒരു 2001 ഓൺവേർഡ്സ് 2007 വരെ ഒരു 6-7 വർഷം, വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമാണ് ഒരു കേരളത്തിലെത്തുക. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഒരു പൊന്നം തലശ്ശേരി ഒരു ബാങ്ക് കവർച്ചുണ്ടായിരുന്നു, തിരൂര് തിരുനാവായ ഒരു ബാങ്ക് കവർച്ചുണ്ടായിരുന്നു, കാഞ്ഞാണി തൃശ്ശൂരിലൊരു ബാങ്ക് കവർച്ചുണ്ടായിരുന്നു, ഇവിടെ എറണാകുളത്ത് അടുത്ത് നിന്നുണ്ടായിരുന്നു, പിന്നെ കാസർഗോഡ് ഒന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും ഓരോ വർഷം ഓരോന്ന്. അതിൽ ഓരോ പ്രാവശ്യവും അവർ ഈ ചെയ്യുന്ന ഓപ്പറേഷനിൽ 15 മുതൽ 20 കിലോ ഗോൾഡ് വരെ ചെയ്യുമായിരുന്നു. ശരിക്കും അതൊരു പവറായിരുന്നു. ശരിക്കും മസിൽ പവർ ഉപയോഗിച്ചിട്ട് തന്നെ ആയിരുന്നു, ബ്ലാസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അവർ ഈ പൊട്ടിക്കൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത് ആ ഇനീഷ്യൽ സ്റ്റേജിൽ മൊബൈൽ ഫോൺസിൻ്റെ കുറച്ച് ഉപയോഗങ്ങളും മറ്റുമൊക്കെ ആയിട്ടും, പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് മുമ്പത്തെ ക്രിമിനൽസിനെ കുറിച്ചും, പ്രത്യേകിച്ച് തമിഴ്നാട് പോലീസിൽ നിന്നുള്ള 1-2 ഇൻസ്പെക്ടേഴ്സിൻ്റെ വളരെയധികം ഹെൽപ്പും, അങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. പക്ഷേ അതിൽ പ്രത്യേകിച്ച് 2007 ഓൺവേർഡ്സ് കേരളത്തിൽ പിന്നെ അതിന് ശേഷം ആ കവർച്ച ഉണ്ടായിട്ടില്ല. ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അങ്ങേ കാണാനും പരിചയപ്പെടാനും സാധിച്ചാൽ വളരെയധികം സന്തോഷം. ഇനിയും ബാങ്കുകളിൽ സുരക്ഷിതമായിരിക്കാൻ അങ്ങ് ശ്രമിക്കട്ടെ. കേരളത്തിലെ എന്താ പറയേണ്ടത്, ഇത്തരം പ്രക്രിയകൾ ഉണ്ടാകാതിരിക്കാൻ അങ്ങയുടെ കരുതൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ താങ്ക് യു. നിങ്ങളുടെ ചെറിയ ഒരു